തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന യോഗി മണികണ്ഠാനന്ദ സരസ്വതി മുൻകാലങ്ങളിലൊക്കെ തന്നെ തിരുവനന്തപുരത്തൊരു ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. പൂർവാശ്രമത്തിൽ വലിയശാല മണികണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ തന്നെ വലിയ വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒറ്റയാളായിട്ട് നിന്ന് സമരം നടത്തി വിജയിച്ചെടുത്തിട്ടുള്ള ആളാണ്. ആ സമര കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? സർ, ഒന്ന് തമ്പാനൂർ വെള്ളക്കെട്ടിനെതിരായിട്ട് നടന്ന സമരം. അതൊരിക്കലും പരിഹരിക്കപ്പെടാൻ കഴിയാതെ പോകുന്ന അന്നത്തെ പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഏറ്റവും ഉച്ചമായ കോടിയിൽ ചൂടടിക്കുന്ന സമയത്ത് ആ മലിനജലത്തിൽ ഞാൻ ഒരു കസേരയും ഇട്ട് ഗാന്ധിജിയുടെ പടവുമായിരുന്ന് അധികൃതരുടെ കണ്ണ് തുറക്കുവാൻ വേണ്ടി നടത്തിയ സമരം. ബോധപൂർവമായി ഒരു ബസ്സിൽ വന്ന് എൻ്റെ മലിനജലം മൊത്തം എൻ്റെ ദേഹത്തേക്ക് അടിച്ച് തെറിപ്പിച്ചപ്പോഴും ഞാൻ ശാന്തമായി ആ ചെളിയോടുകൂടി തന്നെ അന്ന് വൈകുന്നേരം വരെ ഉപവാസ സമരം നടത്തി. തക്കാട്ട് ആശുപത്രിയുടെ ശോചനീയമായ അവസ്ഥയ്ക്കെതിരെ സമരം ചെയ്തു. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ, പഴയ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന അവരുടെ കെട്ടിടത്തിനുണ്ടായ ശോചനീയാവസ്ഥയ്ക്കെതിരെ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VS അച്യുതാനന്ദ അദ്ദേഹത്തിനെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ നിന്ന് അതിനനുകൂലമായ തീരുമാനം ഉണ്ടാക്കി ട്രിഡയുടെ കെട്ടിടം ഇന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ എന്ന കെട്ടിടത്തിന് ഉണ്ടാക്കുവാൻ വേണ്ടി അന്ന് കരുണാദർശൻ വേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് വലിയശാല മണികണ്ഠൻ എന്ന നാമധേയത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള സമരങ്ങളിൽ പ്രധാനപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ റെയിൽവേ, തക്കാട് താഴെ നിന്ന് വലിയശാലയിൽ പോകുന്ന റെയിൽവേ ഭാഗത്ത് ഇടതൂർന്ന് കാട് പടർന്ന് പിടിച്ച് ഇടജന്തുക്കളും കുട്ടികളെ, സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന് രാവിലെ 11 മണിക്കും 10 മണിക്കും മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ചില ആൾക്കാരുടെ അസന്മാറിയ പരിപാടികൾക്കെതിരെ ഞാൻ പോരാട്ടം നടത്തി. അവിടെ കാടെല്ലാം വെട്ടിത്തെളിച്ച് ആ കുട്ടികളെ ബോധവൽക്കരണം ചെയ്യുന്ന സമരം നടത്തി. ഇങ്ങനെ നിരവധി സമരങ്ങൾ ഈ സമൂഹത്തിലേക്ക് വേണ്ടി ചെയ്തു. അതുപോലെ തന്നെ പ്രൈവറ്റ് വെഹിക്കിൾ ഓണേഴ്സ് അസോസിയേഷൻ, 2 വീലേഴ്സ് ആൻഡ് 4 വീലേഴ്സ് ഓണേഴ്സ് ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു സംഘടന സ്വയം ഉണ്ടാക്കി. എല്ലാം സംഘടന നാമധേയമായ സംഘടന ആയിരിക്കാം സാർ, എന്നാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വലുതായിരുന്നു. ഒരു 5 പൈസ പോലും കൈക്കൂലി കൊടുക്കാതെ ഇന്നും ഓൺലൈനിൽ ഫീസ് അടച്ച് ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് 1 പൈസ പോലും കൈക്കൂലി കൊടുക്കാതെ ഇന്നും സേവനം ചെയ്യുന്നുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് കൈക്കൂലി കൊടുക്കാനാണ് താല്പര്യം. അവിടെയാണ് എൻ്റെ മനസ്സ് ഇപ്പോഴും എനിക്കൊരു ചിന്തിക്കാൻ കഴിയാത്തത്. എന്തിനാ കൈക്കൂലി? അവരവർക്ക് സർക്കാർ ജോലി ഉണ്ട്, അവരെ ശമ്പളം കൊണ്ട് ജീവിക്കണം. അതിന് നമ്മുടെ ജനങ്ങൾ തയ്യാറല്ല. ഇന്നും പുതിയ പുതിയ ആധുനിക ടെക്നോളജി വന്നിട്ടുണ്ട്. ആ ആധുനിക ടെക്നോളജിയിലെല്ലാം മറികടന്നുകൊണ്ട് ഓരോരോ കുറിയിട്ട് ഇന്നും കൈക്കൂലി നിർബാധം കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. എന്നാൽ എന്നെ സമീപിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു 5 രൂപ കൈക്കൂലി കൊടുക്കേണ്ട ഗതി വന്നിട്ടില്ല. കൈക്കൂലി കൊടുക്കാൻ താല്പര്യമുള്ളവരടുത്ത് നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുത്തോളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏജൻറ്റുമാർ. ഞാൻ എൻ്റെ പൂർവ്വകാലത്ത് എൻ്റെ അമ്മാവനും RTO മേഖലയിൽ ഉണ്ടായിരുന്നൊരു കാലമാണ്. അന്ന് ഞാൻ കൈക്കൂലിക്കെതിരെ ഉള്ളാലെ പ്രതിജ്ഞ എടുത്ത് പോരാടിയ ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒറ്റയാൾ സമരം നടത്തിയ സമയത്ത് അത് ജനകീയ വിഷയങ്ങൾ തന്നെ ആണല്ലോ. അതെ. അപ്പോൾ അതിന് ജനപിന്തുണ കിട്ടിയിട്ടുണ്ടോ? ജനപിന്തുണ ഉണ്ട് സാർ. ആർക്കും ഫ്രണ്ടിൽ വരാൻ ഉൾഭയമാണ്. കാര്യം നടക്കുമ്പോൾ മോനെ സന്തോഷം, താങ്ക്സ്, നന്ദി, ഒരു വാക്ക് പറഞ്ഞു, അമ്മേ നിങ്ങൾ 2 പേര് യോജിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് നേരമില്ല. അവരുടെ കാര്യം നടക്കണം. ഇത്ര മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇക്കാര്യത്തിൽ വലിയ ഭീഷണി നേരിടേണ്ടി വന്നു? എല്ലാ കാലങ്ങളിലും എനിക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഭീഷണിയുണ്ട്. അത് ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ എടുക്കാറുള്ളൂ. കാരണം ഞാൻ അവർക്കെതിരല്ല. എൻ്റെ പൂർവാശ്രമത്തിൽ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ കേസിൽ കൂടെ കടന്നു വന്ന ഒരാളായിരുന്നു. ആർട്സ് കോളേജിലും മോഡൽ സ്കൂളിലൊക്കെ. അന്നും ഇലക്ഷൻ സമയത്ത് മാത്രമേ എനിക്ക് രാഷ്ട്രീയമുള്ളൂ. അത് കഴിഞ്ഞാൽ അവരെല്ലാം എൻ്റെ സഹോദരന്മാരാണ്. അവരുടെ വീട്ടിൽ എന്താവശ്യം വന്നാലും എല്ലാവരെക്കാട്ടിയും മുമ്പ് ഞാൻ പോകും. അത് തന്നെയായിരുന്നു എൻ്റെ അന്നും ഇന്നും നാളെയും. എനിക്കിന്നും എന്തെങ്കിലും ഒരു ശാരീരികമായ അപകടം സംഭവിച്ചാലും എന്നെ അപകടം സംഭവിപ്പിക്കുന്ന ഒരു സഹോദരന്മാരോട് എനിക്ക് വെറുപ്പില്ല, അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്വാമിജി മുമ്പോട്ട് വെച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടാണ്. അത് തന്നെ BJP ഇപ്പോൾ അവരുടെ പ്രകടന പത്രികയിലെ ഒരു പ്രധാന ഇനമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, വെള്ളക്കെട്ടിൻ്റെ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം കാണും എന്ന്. അതെ, മുൻകാലങ്ങളിൽ ഇരുന്നിട്ടുള്ള ഈ നഗരസഭയുടെ മേയർമാരായാലും നഗരസഭാ അധികാരികളും ഒക്കെ തന്നെ പലവട്ടം ശ്രമിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ അനന്തയൊക്കെ നടത്തി എവിടെ വരെ പോയി എത്തി എന്നുള്ളതും കൃത്യമായി നമ്മൾ കണ്ടതാണ്. ഇതിനകത്ത് പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതെ, തീർച്ചയായിട്ടും സാർ. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം പാർലമെന്റ് അംഗമായിരുന്ന ശശി തരൂർ അദ്ദേഹം ഇതിനു വേണ്ടി വളരെയധികം ശ്രമിച്ചതാണ്. എന്നാൽ ഇവിടെ എല്ലാവരും ചിന്തിക്കുന്ന രാഷ്ട്രീയമാണ് സാർ. ആ രാഷ്ട്രീയവും തൽക്കാലം വികസനത്തിന് മാറ്റിവെക്കാമെങ്കിൽ 100% തിരുവനന്തപുരം ഒരു മനോഹരമായ പട്ടണമായി മാറും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ചൂണ്ടിക്കാണിക്കാൻ ചിന്തിക്കരുത്. ജനങ്ങൾ വളരെ ശുചിത്വമായി ജീവിക്കാനൊരു അവസരം. കുടിവെള്ള പ്രശ്നമായിരുന്നാലും ശരി തന്നെ മലീമസമായ ഈ തിരുവനന്തപുരം നഗരം പല ഭാഗങ്ങളിലും ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്നു. കാരണം സാറിന് തന്നെ ചിന്തിക്കാം, ഈ വലിയശാല മേലാറിന് പോകുന്ന റെയിൽവേ ട്രാക്കിൻ്റെ സൈഡ് മൊത്തം കൊണ്ട് വേസ്റ്റ് തട്ടുകയാണ് സാർ. എൻ്റെ ഒരു ആശ്രമം വലിയശാലയ്ക്കകത്താണ്. പരമ്പരം അതിൻ്റെ മുമ്പിൽ കൊണ്ട് വേസ്റ്റ് ഡബ് ചെയ്യുകയാണ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് അവിടെ വീട്ടിലിരിക്കാൻ പറ്റില്ല. അത്ര വലിയ കുറ്റീച്ചകളാണ് അവിടെ വന്നിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും സാർ? ആരോട് പറയാൻ പറ്റും? ഇതെല്ലാം ഒരു കോൺവേ അടിസ്ഥാനത്തിൽ 3-4 പേര് വന്നാണ് കൊണ്ട് ചാക്കുകെട്ടുകൾ കൊണ്ട് തള്ളുന്നത്. ഇതിനാണ് യഥാർത്ഥത്തിലൊരു പരിഹാരം ഉണ്ടാകുക.
അതിന് നമ്മൾ കാശ് വാങ്ങിച്ചു കൊണ്ട് പോകുന്നതല്ലാതെ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് അവർ സ്വയം ഒരു പൈസയും നിങ്ങൾ തരണ്ട, ഞങ്ങൾ വേസ്റ്റ് സ്വീകരിച്ചോളാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു വേസ്റ്റ് റോഡിൽ ആരും കൊണ്ടിടത്തില്ല. ഇത് പൈസ ഞാൻ 300 രൂപ കൊടുക്കണം എന്ന് മടിച്ചിട്ടാണ് ആൾക്കാർ പയ്യെ പൊതിഞ്ഞുകൊണ്ട് ഇടുന്നത്. അതിനൊരു മാറ്റം ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ട് മറ്റൊരു തരത്തിൽ ടാക്സ് ഇനത്തിൽ അവർ സർക്കാർ അതിനൊരു കാശുണ്ടാക്കിയാൽ ഇവിടെ ആരും പൊതുതരത്തിൽ ചവറിടത്തില്ല, മലിനജലം ഉണ്ടാകത്തില്ല. പിന്നെ ഡ്രെയിനേജിൻ്റെ പ്രശ്നം വലിയൊരു പ്രശ്നമല്ലേ സാർ? എവിടെയെങ്കിലും അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്? ഇന്നും വളരെ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഡ്രെയിനേജ് പല സ്ഥലങ്ങളിൽ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ ഈ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലിരിക്കുന്ന ആ റോഡ് പോലും കുതിരാലയം കണ്ണേറ്റുമുക്ക് കുതിരാലയം റോഡിൽ ഇങ്ങനെ റോഡിൽ മൊത്തം മലിനജലം ഒഴുകുകയാണ്. ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തണം സാർ. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്താലും അവർ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ തിരുവനന്തപുരം നഗരം കാലത്തിനനുസരിച്ച് മാറിയിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സാർ. അത് പരിപൂർണമായ മാറ്റത്തിലേക്ക് എത്തിയിട്ടില്ല. പരിപൂർണമായ മാറ്റം എത്തണം. അത് എല്ലാവരും ഒരേ മനസ്സോടെ വിചാരിക്കണം. അല്ല, അത് പലപ്പോഴും ഞങ്ങൾ തന്നെ പറയാറുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോകുന്ന എം പിമാരൊക്കെ തന്നെയും തിരുവനന്തപുരത്തുകാരല്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്തിന് നന്നാകാൻ സാധിക്കാതെ പോയിട്ടുള്ളത്. അതെ. അപ്പോൾ തരൂര് ഇവിടുത്തുകാരനല്ല. അതെ. ഇതിനു മുമ്പ് നിന്നിട്ടുള്ളവരും വളരെ ചിലർ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്തുകാരായിട്ട്. അതെ. വരുത്തന്മാരുടെ ഒരിടം മാത്രമായി തിരുവനന്തപുരം മാറി എന്നുള്ളതാണ്. അതെ. അതുകൊണ്ടല്ലേ തിരുവനന്തപുരം പുറകോട്ട് പോയത്? അല്ല സാർ, ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി പിന്നെ രാജീവ് ചന്ദ്രശേഖർജി ജയിച്ചിരുന്നുവെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖച്ഛായ മാറുമായിരുന്നു. അത് ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായി പറയുകയാണ്. കാരണം ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തി പറയുകയല്ല. കാരണം മുൻകാലങ്ങളിൽ ശശി തരൂർ സാർ ഇവിടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് പൊതുസമൂഹത്തിലേക്ക് ഒരു പ്രവർത്തനമല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം നിശബ്ദനായി മാറാൻ ശ്രമിക്കും. എന്തിനാ? അദ്ദേഹം തന്നെ പല ചാനലുകളിലും വന്ന് പറഞ്ഞിട്ടുണ്ട്, ജയിക്കുന്നത് വരെ രാഷ്ട്രീയമുള്ളൂ, ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും MP ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന് പ്രാവർത്തികമാക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം നിശബ്ദനായി പുറകിലോട്ട് മാറും. അതുകൊണ്ടാണ് ഈ നാട് രാഷ്ട്രീയത്തിൻ്റെ ചുമര് പിടിച്ച് പല ദോഷങ്ങളുണ്ടാകുന്നത്. അല്ല, തിരുവനന്തപുരത്ത് തന്നെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട് തന്നെ നഗരത്തിൻ്റെ ഒരു അലങ്കാരമായി പോകേണ്ട ഒന്നാണ്. അതെ. ഒരു മാലിന്യ വാഹിനിയായിട്ടല്ലേ അത്? ഒരു ജീവൻ അവിടെ പൊലിഞ്ഞു. അതെ. അതെ. എന്നിട്ടും നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല സാർ. ഇപ്പോഴും വേസ്റ്റ് അവിടെയല്ലേ ഇടുന്നത്? ഇവിടുത്തെ കടകൾക്കെല്ലാം ലൈസൻസ് കൊടുക്കുന്നുണ്ടല്ലോ സാർ. ഈ ലൈസൻസ് കൊടുക്കുമ്പോൾ ഇവരുടെ വേസ്റ്റ് എവിടെ ഇടുന്ന സാർ? രാത്രി 7 മണിക്ക് ശേഷം ഒരു 10 മണിക്കകത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു സ്ക്വാഡ് നടത്താമെങ്കിൽ ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം ഓരോ സ്ഥലത്ത് വിട്ട് കത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. തിരുവനന്തപുരം പട്ടണത്തിലാണ് 7 മണിക്ക് ശേഷം 10 മണി വരെ ഒന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഒരു സ്ക്വാഡ് നടക്കാമെങ്കിൽ ഇത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. എന്തുകൊണ്ട് ഇത് പ്രകൃതിക്ക് ദോഷമാകുന്നതല്ലേ സാർ? ഈ പ്ലാസ്റ്റിക് കത്തുന്തോറും ഓരോരുത്തരുടെ ഈ ശ്വാസത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ, ക്യാൻസർ തൊട്ടുള്ള ഭീകരമായ രോഗങ്ങൾ പടർന്നു പിടിച്ചിട്ടും എന്തുകൊണ്ട് ഈ സമൂഹം ചിന്തിക്കുന്നില്ല? അതിനാണ് യഥാർത്ഥത്തിൽ ഏതൊരു ഭരണാധികാരിയും ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവിടെ ചെയ്യുന്നില്ല. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻകാലങ്ങളിൽ ഉണ്ടായ ഭരണം തൃപ്തികരമല്ല എന്നാണ്? ഇല്ല സാർ, തൃപ്തിയുടെ അല്ല. ഈ തൃപ്തികരമാകാതെ വരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം ഒരു ചുവട് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് തൃപ്തികരമല്ലാതെ വരുന്നത്. അവർ ചിന്തിക്കേണ്ട പൊതുവായ നന്മകൾ. ഇപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് LDFൻ്റെ കീഴിലാണ്. ആ LDFന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു. അവർ പോലും പറ്റാത്ത എന്തുകൊണ്ടാണ്? അവരിവിടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ പിറകിലേക്ക് മാത്രം ഒതുങ്ങുന്നു. അവിടുത്തെ ദോഷം അതാണ് സാർ. കാരണം ഞങ്ങളുടെ ഒരു ചുറ്റുപാട് എന്താണ്, ആ ചുറ്റുപാട് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പറയുന്നു നിങ്ങളെല്ലാവരും ഒന്നാണ്. ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഏത് പാർട്ടിയും, അത് ഇടതുപക്ഷം മാത്രമല്ല വലതുപക്ഷമല്ല BJPയുടെ ഒരു പാർട്ടിയും കുറ്റപ്പെടുത്തുകയല്ല, എല്ലാവരുടെ മനസ്സിലും അവരവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. പൊതുസമൂഹത്തിൻ്റെ കാര്യം ആരും ചിന്തിക്കുന്നത്. ചിലപ്പോൾ ഈ വാക്ക് ഞാൻ പറയുന്നതിൻ്റെ പുറത്ത് ചിലപ്പോൾ നാളെ എനിക്ക് വിമർശനങ്ങളോ ചിലപ്പോൾ എൻ്റെ ശാരീരികമായ പീഡനങ്ങളോ ഏൽക്കേണ്ടി വരാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. അവർ സ്വയം തിരുത്തേണ്ട ഒരു കാര്യം എനിക്കൊരു മാധ്യമത്തിൽ കൂടെ സംസാരിക്കാൻ കഴിയുമ്പോൾ പൊതുസമൂഹത്തിൽ പറയാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുന്നേ ഉള്ളൂ. അവരെ കുറ്റപ്പെടുത്തലല്ല ഇത്. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ വെച്ചാൽ സാർ, അത് ജനങ്ങളല്ലേ സാർ ചിന്തിക്കേണ്ടത്. ജനങ്ങളാണ് ഏത് കാര്യത്തിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കേണ്ടത് ജനങ്ങളാണ്. ആ വോട്ടർമാർ ചിന്തിക്കും എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുപോകണ്ട എന്ന് വോട്ടർമാർ. അല്ല, BJP വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. 100%. കാരണം BJPയുടെ വാഗ്ദാനങ്ങളിൽ പറയുന്നത് എന്താണ്? കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ PM-ൻ്റെ ഡയറക്റ്റായിട്ട് 45 ദിവസത്തിനകത്ത് പ്രൈം മിനിസ്റ്റർ ഇവിടെ വന്ന് ചില പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന് അവർ പറയുന്നുണ്ട്. ആ കാര്യം വെച്ച് നോക്കുമ്പോൾ ഏതൊരു താഴേക്കടലിൽ വോട്ടർമാർ ചിന്തിക്കുന്ന ഒരു കാര്യം, എൻ്റെ വീട്ടിൽ വ്യത്യാസം വരുമല്ലോ, എന്തെല്ലാം ആനുകൂല്യങ്ങൾ പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിച്ചു, അതിനകത്ത് കാര്യം വന്നു, കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് എന്തെല്ലാം കാര്യങ്ങൾക്ക് വന്നു. അപ്പോൾ അവരിതെല്ലാം വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റേതായ ഒരു മാറ്റരി ഉണ്ടായാൽ അതിന് അതിശയോക്തിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.